Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. പാർപ്പിട മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പാർപ്പിട മേഖലയ്ക്ക് മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള വാർഷിക ബഡ്ജറ്റാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളുടെയും ഭവന നിർമ്മാണ പൂർത്തീകരണത്തിന് 7 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ജനറൽ SC വിഭാഗങ്ങൾക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള മേഖലയിലേക്ക് 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി 80 ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് 16 ലക്ഷം രൂപയും ക്ഷീരവികസനത്തിന് 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ കരുത്ത് പകരുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ലക്ഷ്യമിടുന്ന രീതിയിലാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ബഡ്ജറ്റിന് രൂപം നൽകിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസം, കുടിവെള്ളം, തൊഴിൽ, സാമൂഹിക സുരക്ഷിതത്വം, ശുചിത്വം, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, യുവജനക്ഷേമം, വനിതാക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം, ഗൃഹനിർമ്മാണം, ചെറുകിട വ്യവസായം എന്നിവ ഉൾപ്പെടുന്ന വിവിധ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വികസനം ആത്യന്തികമായി വിലയിരുത്തപ്പെടുന്നത് അത് ജനങ്ങളുടെ ക്ഷേമത്തിന് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പട്ടിണിയില്ലാത്ത പ്രാഥമിക സൗകര്യങ്ങളും ആരോഗ്യ സുരക്ഷയും എല്ലാവർക്കും ലഭിക്കുന്ന തലചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്ന സാക്ഷാത്കാരം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണം എന്ന ഗാന്ധിജിയുടെ മഹത് വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്കും മുന്തിയ പരിഗണനയാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജോസ്ദിസ് പദ്ധതിക്ക് 12 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ SSK വിഹിതം നൽകുവാൻ പദ്ധതിക്കായി 15 ലക്ഷം രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയിൽ 1 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. റോഡ് വികസനത്തിനായി 3 കോടി രൂപ വകയിരുത്തി. നില മുതൽ രാമഗിരി വരെ ടൂറിസം പദ്ധതിക്കായി DPR തയ്യാറാക്കുന്നതിനായി 5 ലക്ഷം രൂപ പ്രത്യേകമായി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 3,88,93,000 രൂപ വകയിരുത്തുന്നു. ഭരണ ചിലവുകൾ, അച്ചടി, ഇൻഷുറൻസ്, ആനുകാലികങ്ങൾ, പരസ്യം, കോടതി ചെലവുകൾ തുടങ്ങിയ ഭരണസമിതി ചെലവുകൾക്കായി 1,47,35,000 രൂപ വകയിരുത്തുന്നു. അനിവാര്യ ചിലവുകൾ, വൈദ്യുതി ചാർജ്, വാട്ടർ ചാർജ്, പെട്രോൾ, ഡീസൽ ആസ്തികളുടെ സംരക്ഷണം, അറ്റകുറ്റപ്പണികൾ, ഇലക്ഷൻ ചെലവുകൾ തുടങ്ങിയ പഞ്ചായത്തിന്റെ ഭരണപരവും അനിവാര്യപരവുമായ പ്രവർത്തനങ്ങൾക്കായി 1,45,85,000 രൂപ വകയിരുത്തുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾക്കുള്ള വകയിരുത്തലുകൾ: പാർപ്പിട മേഖല, വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും താമസ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളുടെയും ഭവന നിർമ്മാണ പൂർത്തീകരണത്തിന് 7 കോടി രൂപ വകയിരുത്തുന്നു. അതോടൊപ്പം വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ജനറൽ SC വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി 60 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കുടിവെള്ളം, ശുചിത്വം. പഞ്ചായത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒന്നാണ് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ. പുതിയ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം, നിലവിലുള്ള പദ്ധതികളുടെ സംരക്ഷണം, കുടിവെള്ള വിതരണം, പൊതുകുളങ്ങൾ, കിണറുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നീ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. 65,29,29,401 രൂപ വരവും 63,87,71,582 രൂപ ചെലവും 13,57,819 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു.